ഹരി ഓം. എൻ്റെ പേര് ജയന്തി ഗണപതി എന്നാണ്. ഞാൻ ഇതിൻ്റെ കോർഡിനേറ്ററാണ്. ഈ പ്രോഗ്രാം വിശ്വാസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് വിശ്വാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ശ്രീ വിഷ്ണു സഹസ്രനാമം എല്ലാ കുട്ടികളിലും എല്ലാ പ്രജകളിലും എത്തിക്കേണ്ട ഒരു കടമയാണ് ഈ വിശ്വാസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ ചെന്നൈ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓൾ ഓവർ ദ കൺട്രി, എല്ലാ കൺട്രികളിലും ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അതുമാത്രമല്ല, ഇത്ര ദിവസം അവർ ഓൺലൈനായിട്ടാണ് നടത്തിയിരുന്നത്. അതുപോരാ, പബ്ലിക്കിലെത്തണം, പ്രജകളിലെത്തണം എന്ന വിശ്വാസത്തോടു കൂടി അവരാദ്യമായിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്തിൽ അഭേദാശ്രമത്തിൽ വന്ന് അവരൊരു സമ്മർ ക്യാമ്പാണ് നടത്തിയിരിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ട്രെയിൻഡ് ടീച്ചേഴ്സാണ്. അവർ കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുന്ന ടീച്ചേഴ്സാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും ഈ ഓൺലൈനിൽ പഠിച്ചവരുമാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ നാമം ജപിക്കാറുണ്ട്, പക്ഷേ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, എന്നിട്ട് അത് ഓരോ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും അത് പ്രവർത്തിക്കുകയും ഊർജം തരികയും ചെയ്യുമെന്ന് കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നതാണ് നമ്മളുടെ ദൗത്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇത് എല്ലാവരിലും എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ പേര് അഞ്ജന. ഞാൻ വിശ്വാസിൽ ഇവരുടെ കൂടെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് രേണുക രാജൻ. ഞാനും ഇവരുടെ ഡിവോട്ടിയാണ്. 2023 പഠിച്ച് പാസ്സായതാണ്. മീന വാസു ഫ്രം കോയമ്പത്തൂർ. ഞങ്ങൾ ഇതുവരെ ഓൺലൈനിലാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം വി ആർ കമ്മിങ് ടു കേരള ടു ടീച്ച് കിഡ്സ് ആസ് വെൽ ആസ് അഡൾട്ട്സ്. വി എൻജോയ് ദിസ് സെഷൻ ബിക്കോസ് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് കുട്ടികളോടും ഇൻറ്ററാക്ഷൻ കിട്ടുന്നതുകൊണ്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ദി ആർ taking this into their mind as well as how they are enjoying the class also. In the summer class holidays they'll enjoy going outside, but they are coming to learn this sloka. Is very interesting to see these kids and very nice to be here in this Trivandrum city. Thank you to Vishwas. സത്യവാണിയാണ്, കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ്. അവിടെ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, സ്കൂളിലും ഓൺലൈനിലും. ട്രിവാൻഡ്രം ഇതാണ് ആദ്യമായിട്ട്. വളരെ സന്തോഷമായിരിക്കുന്നു, ഇത്ര പേര് വന്നിരിക്കുന്നു ഈ നാമം പഠിക്കാൻ വേണ്ടി. അവർക്ക് പഠിപ്പിക്കുന്നതിലും ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എടുത്തത് പറയാൻ കിട്ടിയതിനും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ ചെയ്യുകയാണ്. എൻ്റെ പേര് അഞ്ജു പ്രകാശ്. ഞാൻ വിശ്വാസിൻ്റെ ഒരു ഡിവോട്ടിയാണ്. ഞാൻ കൃഷ്ണവേണി, വിശ്വാസിൻ്റെ ഡിവോട്ടിയാണ്. ഇവിടെ ഓൺലൈനായിട്ട് പഠിക്കും ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ്സാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്ലിയറായിട്ട് പഠിപ്പിച്ച് തരുന്നുണ്ട്, അത് പഠിക്കാനും പറ്റുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അത് പലരിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട്, അത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓൺലൈനിലാണ് ഈ ക്ലാസ് ആദ്യം നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അവർ ഒരു പൈസ പോലും ചാർജ് ചെയ്യാതെയാണ് ഇത് സർവീസ് ഓറിയൻറ്റഡായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്ന ഓരോരുത്തരും നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈൻ ലിങ്ക് തരാം. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം പഠിക്കുക, എന്നിട്ട് രോഗത്തിനെയൊക്കെ ഓട്ടിക്കുക എന്നാണ് ഞാൻ പറയും. കാരണം വിഷ്ണു സഹസ്രനാമം നമ്മൾ ശരീരത്തിൽ കയറുമ്പോൾ രോഗങ്ങളെല്ലാം തനിയെ പമ്പ കിടക്കും. ഹരി ഓം. ഇത് മാത്രമല്ല, നമ്മൾ ഗ്ലോബൽ ചാൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറും ഓൺലൈനായിട്ട് വിഷ്ണു സഹസ്രനാമം ചാൻഡിങ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ലോകം എല്ലാവരും അറിയണം. ഇത്രയും സാന്നിധ്യത്തോടു കൂടി നടക്കുന്ന കാര്യം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഹരി ഓം. മോൻ്റെ പേരെന്താണ്? സമർത്ത്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന, ഏത് സ്കൂളിലാണ്? 2ാം ക്ലാസ്സിലെ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ സ്കൂളിൽ. ഓക്കെ, അപ്പോൾ മോൻ്റെ കയ്യിൽ കൊടുക്കും മൈക്ക്. മോൻ്റെ പേരെന്താണ്? ധനഞ്ജയ് കൃഷ്ണ. ഏത് ക്ലാസ്സിൽ, ഏത് സ്കൂളിൽ? 4ആവാൻ പോകുന്നു. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ. ഓക്കെ ഗുഡ്. അടുത്ത ആളുടെ കയ്യിൽ മൈക്ക് കൊടുക്ക്. മോളുടെ പേര്? അവന്തിക. ഏത് സ്കൂളിൽ, ഏത് ക്ലാസ്സിലാണ്? അടുത്ത 4ആവാൻ പോകുന്നു, ഹോൾ ഏഞ്ചൽ സ്കൂൾ. മോളുടെ പേരോ? നേത്ര എസ്. ഏത് ക്ലാസ്സിലാണ്, ഏത് സ്കൂളിലാണ്? 4th പോവാൻ പോകുന്ന അമൃത വിദ്യാലയം. ഓക്കെ, അപ്പം നിങ്ങൾ 4 പേരും ഇവിടെ പഠിച്ച് എത്ര ദിവസമായിട്ട് പഠിക്കുന്നു ഈ ശ്ലോകം വിഷ്ണു സഹസ്രനാമം? 3 ദിവസമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? നന്നായിട്ടൊക്കെ ചൊല്ലി തുടങ്ങിയോ? ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങളിത് ചൊല്ലിയിട്ടുണ്ടോ? വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ചൊല്ലിയിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഇവിടെ ആരാണ് പഠിപ്പിക്കുന്നത്? ഏതാണ്? വിശ്വാസ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 3 ദിവസമായിട്ട് പഠിച്ചല്ലേ, നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു ശ്ലോകം ഒന്ന് ചൊല്ലാവോ? 4 പേരും ഉച്ചത്തിൽ ചൊല്ലണം കേട്ടോ. ഉച്ചത്തിൽ, ഒരേ നല്ല ശബ്ദത്തിൽ ചൊല്ലണേ. ഓം വിശ്വസ്മേ നമഃ. വിശ്വം വിഷ്ണുർവഷട്കാരോ
भूतभव्य भवत्प्रभुः भूतकृद्भूतकृद्भावो भूतात्मा भूतभावनः. മോന് 3 ദിവസമായിട്ട് ഇവിടെ ക്ലാസ്സിൽ വരെയല്ലേ? എന്താണ് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം? ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ശ്ലോകങ്ങൾ. ശ്ലോകങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. വേറെ കൂട്ടുകാരികളൊക്കെ കിട്ടിയില്ലേ? കൂട്ടുകാർ ഇവരെയൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടിട്ടില്ല. മുമ്പ് കണ്ടിട്ടില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്സ് അല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ. ഇപ്പോൾ നല്ലൊരു മുഴുവൻ ശ്ലോകങ്ങൾ പഠിച്ചോ? വിഷ്ണു സഹസ്രം മുഴുവൻ ചൊല്ലാൻ പഠിച്ചോ? മുഴുവൻ ചൊല്ലാൻ പഠിച്ചില്ല, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എത്ര എണ്ണം ചൊല്ലിയിട്ടുണ്ട്? എത്ര ശ്ലോകം കഴിഞ്ഞു 3 ദിവസം കൊണ്ട്? 90 പഠിച്ചു. ഓ ഗ്രേറ്റ്. 95 പഠിച്ചു. ആ അടിപൊളി. 3 ദിവസം. ഓക്കെ. എത്ര ദിവസമായി? 3 ദിവസം കൊണ്ട് പഠിച്ചു. ഓക്കെ 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 അടിപൊളി. അപ്പോൾ വീട്ടിൽ പോയി നിങ്ങൾ ചൊല്ലാറുണ്ടോ ഇവിടെ പഠിപ്പിക്കുന്നത്? ഓക്കെ 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 താങ്ക് യു. സമർത്ഥേ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ശ്ലോകങ്ങളൊക്കെ വരുമ്പോഴേ ഭയങ്കര കടുകട്ടി വാക്കാണ്. ചില അക്ഷരങ്ങളൊക്കെ പറയാനൊക്കെ ബുദ്ധിമുട്ടില്ലേ? അപ്പോൾ അതിന് എന്തെങ്കിലും ടെക്നിക്ക് വല്ലതും പറഞ്ഞു തന്നോ അവര്? വിശ്വാസ് എന്താ പറഞ്ഞു തന്നെ? എങ്ങനെയാണ്? മഹാപ്രാണം. അയ്യോ, അതെന്താണ് സംഭവം? സ്ട്രെസ് കൊടുക്കണം. എവിടെയൊക്കെ ഏതൊക്കെയാണ് പറയുന്നത്? എന്തെങ്കിലും ഉദാഹരണം ഉണ്ടോ? എക്സാമ്പിള്? ഭൂം. ആ പിന്നെ വേറെ? ഓ പിന്നെ അപ്പോൾ അത് ആ ശ്ലോകത്തിൻ്റെ എന്തെങ്കിലും പറയോ? ഹോം ഭൂ ഭൂ എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് പറയാവോ? എന്തെങ്കിലും പഠിപ്പിച്ച് സ്ട്രെസ് കൊടുക്കുന്നൊരു സംഭവം. ഭൂതഭവ്യ. ആ അടിപൊളി. ആ കൊള്ളാം. ഓക്കേ താങ്ക് യു.